ചെങ്കള നിങ്ങൾ വല്ലതും അറിയണ്ട. ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആരും നോക്കണില്ല. ഞാൻ ഏത് സംഘടനക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഏത് പാർട്ടിക്കാരനാണ് എന്നാണ് ഇപ്പോഴത്തെ ആൾക്കാരെ ചർച്ചാവിയ വിഷയവും അതേമാതിരി തപ്പലും. ചെങ്കളെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ അവന്റെ രാഷ്ട്രീയമോ അവന്റെ അല്ലെങ്കിൽ സംഘടനകളോ അല്ല തപ്പേണ്ടത്. മനുഷ്യനാണോ എന്നുള്ളതാണല്ലോ ചെങ്കളെ നോക്കേണ്ടത്. മനുഷ്യനാണ്, മനുഷ്യന്മാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കുത്തിനോവിക്കലല്ല ചെങ്കളെ. ദുബായിൽ ഇന്നിപ്പോ ഒരു ചങ്കനെ കയറ്റി വിട്ടിട്ട് നിങ്ങൾ ഓനെ മെസ്സേജ് അയക്കാണ്. എന്താ മെസ്സേജ് അയക്കണ അറിയോ? രാത്രി 12 മണിക്ക് പ്ലാസ്റ്റിക് കവർ കൊടുത്തിട്ട് ഹോട്ടലിന്റെ മുന്നിൽ പോയിക്കാണ്. അവരുണ്ടെങ്കിൽ 12 മണിക്ക് അടക്കണ നേരത്തെ കൊടുക്കുന്നത് കേട്ടോ. പുറത്തു പോവാം. നമ്മുടെ കുറച്ചപ്പുറം നമ്മുടെ സൗദി പള്ളിയുടെ അവിടത്തേക്ക് പോയാൽ അവിടെ ഒരു മന്തി ഹോട്ടലുണ്ട്. 12 മണിക്ക് ശേഷം ഫുഡ് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തരും. നമ്മളെന്തെങ്കിലും കവറും കൊണ്ട് പോയാൽ മതി. എല്ലാ ദിവസവും കിട്ടില്ല, ചില ദിവസം കിട്ടും. പറഞ്ഞ കേട്ടപ്പോളേ ചെങ്കളെ സങ്കടമായി. കാരണം ഒരു കവറായിട്ട് ഒരു പ്രവാസി രാത്രി 12 മണിക്ക് കവറായിട്ട് ഒരു കടന്റെ മുന്നിൽ ചെല്ലുക. ചിലപ്പം കിട്ടും, എന്നിട്ട് അത് ഉച്ചക്കും രാത്രി എല്ലാം 3 നേരം കഴിക്കുക. അത് കേട്ടപ്പോ സഹിച്ചില്ല. ഞാൻ എന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണമായിട്ടൊന്നല്ല, ഓൻ അവന്റെ അച്ഛനും അമ്മയും നോക്കിയിട്ടുണ്ടാവുക. അപ്പൊ എന്തായാലും മണ്ണിലെ ജിഞ്ചിനാക്കി ഞാൻ വേഗം നമ്മളൊരു ചങ്കുണ്ട് ആഷിക്ക്, അവനെ വിളിച്ചിട്ട് ആദ്യം 200 ദിർഹംസ് ഞാൻ ഇന്റെ പൈസ എടുത്തിട്ടാണ് അവിടെ അയച്ചു കൊടുത്തത് ചെങ്കളെ. അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഓന്റെ ഔട്ട് പാസും കാര്യങ്ങളും ഓന്റെ എല്ലാ കാര്യങ്ങളും നമ്മളാണ്ട് നോക്കി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവനക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ ഞാൻ അങ്ങനെ ആശിക്കാരനതാ ഈ വീഡിയോയിൽ കാണുന്ന ഈ ചങ്ക് ഓൻ കൂളിംഗ് ഫിലിം. ഞാൻ അവിടെ കുറെ കാലം ജോലി ചെയ്ത ഒരു ചങ്കും കൂടിയാണ് അവന്റെ ഒപ്പൊക്കെ. അപ്പൊ ഓനെ വിളിച്ചിട്ട് പറഞ്ഞേടാ, ഓന്റെ നോൻ പ്രവാസിയാണ്, ഓൻ നാട്ടിക്ക് പോകണം, അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇജി എന്ത് ചെയ്യ്, അതിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ആടാ നമുക്ക് കൊടുക്കാടാന്നും പറഞ്ഞ് അവന് ഈ ചങ്ക് കൊണ്ടുപോയിട്ട് ലേസം പൈസ കൊടുത്തവൻ സാധനങ്ങൾ മേടിച്ച് ഇതാക്കി ജിഞ്ചിനാക്കിനാക്കി. പിന്നെ അടുത്ത വിഷയം ടിക്കറ്റാണ്. ടിക്കറ്റ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളെ അഷ്റഫ് താമരശ്ശേരിയും നമ്മളെ പ്രൊഫഷണൽ അജ്മാനിലുള്ള ഡ്രൈവിംഗ് സ്കൂളിന്റെ ടീം ഇതാ ഈ ഫോട്ടോത്തിൽ കാണുന്ന ചെങ്കള് അവരൊക്കെ കൂടി ചേർന്നിട്ട് 25 ടിക്കറ്റ് കൊടുക്കണത്. അതിന്ന് ടിക്കറ്റ് കിട്ടി. എനിക്ക് 3 ടിക്കറ്റാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. 1500 ദിർഹംസ് അവനക്ക് നമ്മൾ കൊടുത്തിട്ടാണ് കയറ്റി വിടുന്നത്. ഞങ്ങൾ അതൊക്കെയാണല്ലോ നോക്കേണ്ടത് ചെങ്കളെ. കേട്ട് കണ്ണൂർ ഇറങ്ങിയവന് അതൊക്കെ മാഷാല്ലാ കണ്ണൂർ എത്തി അൽഹംദുലില്ലാ. പിന്നെ അവന്റെ വോയിസുകൾ ഒരുപാടുണ്ട്. ഓനൊറ്റ സങ്കടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് 1 മാസേ നാട്ടിൽ നിൽക്കാൻ കഴിയുള്ളൂ, എനിക്ക് ഒരു ജോബ് നിങ്ങൾ റെഡിയാക്കി തരും. അധികം സാലറി ഉള്ളത് വേണമെന്നൊന്നുമില്ല, ഒരു മനസ്സമാധാനത്തിൽ ഒരു ചെറിയ ജോലി. കാരണം ഞാൻ ഇപ്പൊ അടുത്ത് വേറൊരു ചങ്ങനെ കയറ്റി വിട്ടപ്പോൾ അവനക്ക് റാസൽ ഗെയിമിൽ ജോലി റെഡിയായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ആ ചങ്ക് പറയാം എനിക്കൊരു ജോലി റെഡിയാക്കി തരും. ഇവിടെ എത്രയും പട്ടിണി കിടന്നിട്ടും 5 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ചങ്കാണ്, എന്നിട്ടും അവന് തിരിച്ചു വരണം. കാരണം എന്താ, നാട്ടില് പ്രയാസങ്ങളാണ്, കടാണ്, പെങ്ങളെ കെട്ടിച്ചതുണ്ട്, പല കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ എന്നെ കാണാൻ ആർക്കെങ്കിലും ഒരു ജോബ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്. പിന്നെ അതേമാതിരി തന്നെ ചെങ്കളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ എന്റെ മതം അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ എന്റെ സംഘടന നോക്കലല്ല ഇതിന്റെ മെയിൻ. അല്ല ചെങ്കളെ ഇൻഷാ അല്ലാഹ് ഹൈറാകട്ടെ. പലതും ഉണ്ടാവുമല്ലോ, അവർ തെങ്ങിൽ പലയാതി കൊലകളുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. ജിഞ്ചിനാക്കിന്